ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് തീർത്ഥാടകർക്ക് ആവശ്യ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വിലയിരുത്തുന്നതിനായി ഇടുക്കി തേനി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന യോഗം ചേർന്നു. തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷ തമിഴ്നാട്, കേരള സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും കളക്ടർമാർ പറഞ്ഞു. അതേസമയം തീർത്ഥാടകർ കൂടുതലായി എത്തുന്ന കുമളിയിലും സത്രത്തിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും തേക്കടി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഇടുക്കി, തേനി ജില്ലയിലെ വിവിധ വകുപ്പ് മേധാവികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുല്ലുമേട് പ്രദേശത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രത്യേകം നിയോഗിക്കും. ഇതോടൊപ്പം കമ്പം, തേക്കടി റൂട്ടിൽ പെട്രോൾ ടീമിന്റെ സേവനവും ഉണ്ടാവും. ഈ വർഷം തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ മാത്രം കമ്പമെട്ട് വഴി ബൈറൂട്ട് സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനം. ഹരിതചട്ടം അനുസരിച്ചുള്ള തീർത്ഥാടനം പ്രോത്സാഹിപ്പിക്കുമെന്നും തേനി കളക്ടർ വ്യക്തമാക്കി. ശബരിമലയ്ക്ക് வரக்கூடிய பக்தர்களுடைய தேவைகள் அவர்களுக்கு செய்ய வேண்டிய தேவைகள் அனுசரித்து என்ன செய்யணும் அப்படிங்கிறத பற்றி விவாதிக்கப்பட்டது. இதில் கடந்த ஆண்டு எடுக்கப்பட்ட முடிவுகள், இந்த ஆண்டு புதியதாக எடுக்கப்பட்ட முடிவுகள் என்ன அப்படின்னு சொல்லிட்டு பார்த்தோன்னா, கடந்த ஆண்டு போலவே இந்த ஆண்டு வந்து ஒரு வழிப்பாதை வந்து கம்பம்மெட்டு வழியாக ஒரு வழிப்பாதை. ஸோ இது வந்து ரிட்டர்ன் வரும்பொழுது தேக்கடி வழியாக வருவாங்க. ஸோ அது இப்போது டிசம்பர் மாதம் குறிப்பாக ஒரு 25 தேதிக்கு மேலே தான் இந்த ஒரு വഴിപാത അമൽപ്പെടുത്തപ്പെടും. ഇടുക്കി ജില്ലയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കളക്ടറേറ്റിലും താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു. എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിൽ കൺട്രോൾ റൂമുകൾ എത്രയും വേഗം സജ്ജീകരിക്കണമെന്നും ഇടുക്കി കളക്ടർ ആവശ്യപ്പെട്ടു. നമ്മൾ കൺട്രോൾ റൂം ഉണ്ട്, രണ്ട് ഭാഗവും, രണ്ട് സൈഡിലും നമുക്ക് നോഡൽ ഓഫീസേഴ്സും ഉണ്ട്. എല്ലാ കാര്യത്തിലും അങ്ങനെ ഡിസ്കസ് ചെയ്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ഉള്ള ദർശന സീസൺ ആയിരിക്കും ഈ സീസണിനുള്ളിൽ. അതുകൂടാതെ അവർക്കുള്ള പാർക്കിംഗ് സ്പേസസ്, വെള്ളം, ടോയ്ലറ്റ്സ്, അതിൻ്റെ സൗകര്യങ്ങളുമുണ്ട്. മെഡിക്കലിൻ്റെ 24 hours സേവനമുണ്ട്. കുമളി, സത്രം, പുല്ലുമേട് എന്നിവിടങ്ങളിൽ പോലീസിന്റെ സേവനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ശബരിമല സീസണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോലീസിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടൊരു ബന്ദോബസ്ത് പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഫേസുകളിൽ തന്നെ ഏകദേശം 415ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ നിയമിക്കുന്നത്. വണ്ടിപ്പെരിയാർ, സത്രം, കുമളി, പീരുമേട്, പെരുവന്താനം ലിമിറ്റുകളിൽ ആവശ്യമായ ബന്ദോബസ്ത് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമായ ട്രാഫിക് ക്രമീകരണങ്ങൾ തേനി പോലീസുമായിട്ട് സഹകരിച്ചിട്ട് തന്നെ തിരക്ക് കൂടുന്ന അവസരങ്ങളിൽ ആവശ്യമായ ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. ഡൈവേഷനും മറ്റുമൊക്കെ ആവശ്യമനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നടപ്പിൽ വരുത്തുന്നതാണ്. പരമ്പരാഗത കാനനപാതകളിൽ വനം വകുപ്പും ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു. ഈ തവണ 6 മണി മുതൽ കാനനപാതകൾ വഴി ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങും. അതുപോലെ നമ്മുടെ കാനനപാതയുടെ അവിടെ ലഭിക്കുന്ന സേവനങ്ങൾ, അവരുടെ താവളങ്ങൾ, അവയുടെ സമയക്രമങ്ങൾ, അങ്ങനെ എല്ലാ വിഷയങ്ങളും IN ആപ്പ് മുഖേന നമുക്ക് കൃത്യമായിട്ടും ഭക്തർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രധാനപ്പെട്ട 3 കാനനപാതകളുടെ അതിൻ്റെ പൂർണ്ണമായിട്ടും തെളിയിച്ച് അത് ഇപ്പോൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. കൂടാതെ മോട്ടോർ വാഹന വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും സ്ക്വാഡുകളുടെ പരിശോധന കർശനമാക്കും. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ 3 സ്ഥലങ്ങളിൽ അത്യാഹിത വിഭാഗവും വണ്ടിപ്പെരിയാർ, കുമളി എന്നിവിടങ്ങളിൽ OP വിഭാഗത്തിന്റെ സേവനവും ഒരുക്കും. ജനം, ഇടുക്കി.